Hello friends, welcome to 𝙑𝙗𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ നമുക്കൊന്ന് പരീക്ഷിക്കാൻ പോകുന്നത് നമ്മുടെ കാനോണിൻ്റെ 50mm 1.8 ലെൻസാണ് കേട്ടോ. നമുക്കിത് EF മോഡലാണ്, നമ്മുടെ DSLR മോഡൽസിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് ആക്ച്വലി നമുക്ക് മിറർലെസ്സിനും പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ M50 Mark II പറ്റും. പക്ഷേ ഒരു കൺവേർട്ടർ വെക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് എക്സ്ട്രാ നമ്മൾ കൺവേർട്ടർ വെച്ച് വാങ്ങിച്ചിട്ടാണെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ശരിക്കും ഇത് DSLRന് വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും ഒരു ചീപ്പായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൈം ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമ്മുടെ ലോ ലൈറ്റ് മോഡലൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ല ലൈറ്റ് എടുക്കുന്നതുകൊണ്ട് 1.8 ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് എടുത്തിട്ട് നല്ലൊരു ക്വാളിറ്റി പിക്ചർ തരുന്നൊരു ലെൻസും കൂടിയാണ്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് 8,995 ആണ് വരുന്നത്. നമ്മൾ വാങ്ങിച്ചതും അതേ റേറ്റ് തന്നെയാണ് ആമസോണിൽ നമ്മൾ വാങ്ങിച്ചത്. ബാക്കി എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയത്. ഞാൻ ആദ്യം പിന്നെ നോക്കിയത് IMS സ്റ്റുഡൻസിലൊക്കെ ആയിരുന്നു. പക്ഷേ അത് നമുക്ക് പ്രൈസ് വരുന്നുണ്ടത് ഒരു 9,300 9,400 ആ റേഞ്ചിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തപ്പോൾ ആമസോണിൽ ഞാൻ കസ്റ്റമർ കെയറോട് ചോദിച്ചപ്പോൾ അവർ സ്റ്റോക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിരിക്കുകയാണ്. നല്ല ഒറിജിനൽ ബോക്സ് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ സീലൊന്നും ആയിരുന്നില്ല, മെയ്ഡ് ഇൻ മലേഷ്യ ബോക്സാണ്. MRP കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. മാനുഫാക്ചർഡ് ഇൻ മലേഷ്യയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഈ സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ കിറ്റ് ലെൻസാണ് വരുന്നത്. 1855 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതും കൂടി മാറ്റി വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ആമസോണിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസർ സ്റ്റോർ. നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാത്തിൻ്റെയും കാറ്റഗറികളിൽ നമ്മൾ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇനി അൺബോക്സിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ 50mm നമ്മുടെ കാനോണിൻ്റെ പ്രൈം ലെൻസിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ബോക്സും ജസ്റ്റ് പരിചയപ്പെടാം. ഇതിന് നമ്മുടെ സീലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ പാക്കേജ് വരും. അപ്പോൾ കാനോണിൻ്റെ ബ്രാൻഡിങ് മുകളിൽ കാണാം. അതുപോലെ നമ്മുടെ ലെൻസിൻ്റെ പടം ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ലെൻസ് EF50mm f1.8 STM എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറേ വേറെ ഭാഷയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ ലാംഗ്വേജിൽ. ഈ സൈഡിലായിട്ട് നമുക്ക് പ്രൈസിങ് ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ ഇമ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചർ കാനോൺ INC തന്നെയാണ്, ടോക്കിയോ ജപ്പാൻ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഇമ്പോർട്ട് എന്ന് വെച്ചാൽ കാനോൺ ഇന്ത്യയാണ്. അതുപോലെ ജനറൽ ക്ലെയിം എന്ന് പറയുന്നത് ക്യാമറ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ട് എന്ന് പറയുന്നത് 2022 അപ്പോൾ പുതിയ ലേറ്റസ്റ്റ് സംഭവമാണ്. അതുപോലെ തന്നെ മാനുഫാക്ചർ ഇൻ മലേഷ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ EF50mm ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ MRP 8,995 ഉണ്ട്. അതിൽ 8 പൈസ കുറയുന്നില്ല. നമ്മൾ കുറേ സ്ഥലത്ത് നോക്കിയ ഞാൻ നമ്മുടെ ഷോറൂമിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പറഞ്ഞത് നമുക്ക് 8,200 തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനം സ്റ്റോക്കില്ല. സ്റ്റോക്ക് വരണം. അപ്പോൾ എനിക്ക് തവണ വരുമ്പോൾ നമ്മുടെ അതേ പ്രൈസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ഒരു പെട്ടെന്ന് കിട്ടുന്നതും അതുപോലെ കുറച്ചും കൂടിയും ഒരു വിശ്വാസ്യതയുള്ളത് നമ്മുടെ സൈറ്റ് നമ്മുടെ ആമസോൺ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ സ്ഥിരം ആമസോണിൽ നിന്ന് കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഈ ക്യാഷ് കറോ എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറച്ച് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. പക്ഷേ ക്യാഷ് കാർഡ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് ഇതുവരെയായിട്ട് ഫസ്റ്റ് പേയ്മെൻറ്റ് പോലും എനിക്ക് വന്നിട്ടില്ല. ഞാൻ അതിന് പകരം നമ്മൾ ഷോപ്സി ഉപയോഗിക്കാറ്, ഫ്ലിപ്കാർട്ടിൻ്റെ ഷോപ്സി. പക്ഷേ ഫ്ലിപ്കാർട്ടിലൊന്നും സംഭവം അവൈലബിൾ അല്ല. പിന്നെ ഞാൻ വില കൂടിയ ഐറ്റംസ് ഫ്ലിപ്കാർട്ട് നമ്മൾ നോക്കാറില്ല. എന്ന് വെച്ചാൽ കുറച്ച് കസ്റ്റമർ കെയർ ഇഷ്യൂ ഒക്കെ ഉണ്ടാവാറ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ നോക്കാറില്ല ഫ്ലിപ്കാർട്ടിൽ. അത് ഫുൾ ആമസോൺ തന്നെയാണ് നോക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബാക്ക് പോട്ടെ വെച്ചിട്ട് നമ്മൾ ഇത് തന്നെ വാങ്ങിച്ചു. ഇനി ഡ്യൂപ്ലിക്കേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇതിന് മുകളിലായിട്ട് നമുക്ക് കാനോണിൻ്റെ ബ്രാൻഡിങ്ങും EF50mm 1.8 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, മെയ്ഡ് ഇൻ മലേഷ്യ. അതുപോലെ അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ലെൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറേ റെക്കഗ്നൈസേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് അതിൻ്റെ ഞാനൊരു കാര്യം നോട്ട് ചെയ്ത് ഇവിടെ ഉണ്ട്. നമുക്ക് മെയ്ഡ് 4 PRC ഓൺലി നേരിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന 4 PRC
ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഇന്ത്യൻ സ്റ്റിക്കറാണ് നമ്മൾ കണ്ടത് കാനോൺ ഇന്ത്യയുടെ. പിന്നെ നമുക്ക് അതിൽ വന്നേക്കുന്ന ഒരു മാനുവലാണ് ഉണ്ട്, കുറേ ഭാഷയിലത്തുള്ള മാനുവലാണ്. നിങ്ങൾക്കിത് അറിയായിരിക്കും, ഇത് പ്രൈം ലെൻസാണ്. അപ്പോൾ നമുക്കിതിൽ സൂമിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ 1.8 കാണുന്ന പോലെ തന്നെ. വാറണ്ടി കാർഡ് വന്നിട്ടുണ്ട്, നമുക്ക് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. കാനോൺ സർവീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അവരുടെ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആക്ച്വലി നമുക്ക് കാനോണിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ലെൻസ് കിട്ടി. ലെൻസ് നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. കുട്ടി ലെൻസാണ്, വെയിറ്റ് ഒന്നുമില്ല. ഉള്ളിൽ നല്ലൊരു തെർമോക്കോൾ എന്ന് പറയാൻ പറ്റില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എഗ്ഗ് നമ്മൾ വരുന്ന പാക്കേജ് ഇല്ല, അതുപോലത്തെ ഒരു പാക്കേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. ഇവിടെ കയ്യിൽ തന്നെ ഇടാം. അതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കളയാം. അപ്പോൾ ഒരു ബബിൾ കോട്ടിങ്ങും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ നോർമൽ പ്ലാസ്റ്റിക് പേപ്പർ വെച്ചിട്ടാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ലെൻസ് വരുന്നത് നമ്മുടെ. എന്തായാലും ഇതിൽ നമുക്ക് ഫുള്ള് ലെൻസ് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ലെൻസിൻ്റെയും കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിത് തിരിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ബോക്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ് വരുന്നത്. അപ്പോൾ കാനോണിൻ്റെ ബ്രാൻഡിങ് ഫ്രണ്ടിൽ കാണാം 49mm എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കാനോൺ EF50mm STM കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ലെൻസാണ്. നമുക്കിതിൽ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഓട്ടോ ഫോക്കസ് ഉണ്ട്. നമുക്കിതിൽ ഇൻബിൽഡ് മോട്ടർ വരുന്നുണ്ട്, നമുക്ക് റെഡ് ഡോട്ട് വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് വെക്കാൻ വേണ്ടത്. പിന്നെ ഞാൻ കാണിക്കാനുള്ളത് നമ്മുടെ ഇതിൻ്റെ ശരിക്കും സ്റ്റീലാണ്. നമുക്ക് ഇൻബിൽഡ് വരുന്ന സംഭവമൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ടൈറ്റ്നസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്തായാലും അപ്പോൾ അത് നമുക്ക് ക്യാമറയിലേക്ക് ഫിക്സ് ചെയ്തിട്ട് സംഭവം എങ്ങനെയുണ്ട് നോക്കാം. ഞാനിപ്പോൾ നമ്മളിരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ക്യാമറ ഈ 50mm ലെൻസ് വെച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ നോക്കുന്നത് തിരിച്ചു നോക്കാം. ഞാൻ എന്തായാലും ഇത് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സെപ്പറേറ്റ് നമ്മുടെ മൊബൈലിൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിറ്റിങ്ങിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്യാമറയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ലെൻസ് നമുക്ക് പോയി കാണാം. നമുക്ക് എന്തായാലും നമ്മുടെ ഈ പ്രൈം ലെൻസ് നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ നമ്മുടെ 1855 ലെൻസ് ഞാൻ ഊരട്ടെ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് നമ്മുടെ അടിയിലായിട്ട് നമ്മുടെ ട്രൈപോഡിൻ്റെ മൗണ്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഊരാം. നിങ്ങൾക്ക് സൗണ്ട് ചെറുതായിട്ട് ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ക്യാമറയിലത്തെ മൈക്കിൽ വെച്ചിട്ടില്ല, നമ്മളിപ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്നത്, OnePlusൻ്റെ ഫോണിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ 1855 എന്താ പറയുക ലെൻസ് ഞാൻ ഊരിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൗണ്ട് ഇടണമല്ലോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അത് എല്ലാത്തിനും പറ്റുമായിരിക്കും, എന്താ വെച്ചാൽ ക്യാമറയുടെ കാനോൺ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ദൂരിട്ടുണ്ട്. നമുക്ക് പിന്നെ നമുക്കിതിൽ മറ്റേ ഇതിലൊക്കെ ശരിക്കും ആക്ച്വലി ഒരു വൈറ്റ് ഡോട്ടായിരുന്നു, നമുക്കിതിൽ വരുമ്പോൾ റെഡ് ഡോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറേൻ്റെ റെഡ് ഡോട്ട് നോക്കുക, എന്താ അവിടെ റെഡ് ഡോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ ചെരിച്ച് വയ്ക്കരുതെന്ന് വെച്ചാൽ പൊടി പോകാൻ ഭയങ്കര ചാർജ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ റെഡ് ഡോട്ടിന് അവിടെ വെച്ചു. ഒരു ചെറിയൊരു ടൈറ്റിന് വരുന്നത്, എന്താ വെച്ചാൽ അത് മെറ്റലാണ്, നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാനായിരിക്കും. ഓൾറെഡി മെറ്റൽ പാർട്ടാണ് വരുന്നത്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇതായി നമുക്ക് എന്തായാലും ഇത് തുറക്കാം. ഇതിൻ്റെ ഓപ്പണിങ് ഭയങ്കര വലുതാണെന്ന് വെച്ചാൽ നമുക്ക് F1.8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഞാൻ മാനുവൽ മോഡ് ഇട്ടേക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ദൂരം കാണേണ്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിൽ നമുക്കിത് ഓട്ടോ ഫോക്കസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഓട്ടോ ഫോക്കസ് ആവും. നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി മോട്ടർ ഇൻബിൽഡ് ഉള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ഉണ്ടോ ഫോക്കസ് ആണോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ടച്ച് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് അത്യാവശ്യം ഫോക്കസിങ് ഒക്കെ ആവുന്നുണ്ട്. നമുക്ക് ടച്ച് ഫോക്കസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫോട്ടോ എടുത്തു, കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഡിഫറൻസ്, നല്ല അത്യാവശ്യം ഇതിനായിട്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് എന്തായാലും നമുക്ക് ഇനി നമ്മുടെ നേരത്തെ സെറ്റപ്പ് നമുക്ക് ഈ നമ്മുടെ പ്രൈം ലെൻസ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈം ലെൻസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി 1855 നമ്മുടെ ലെൻസ് എടുത്ത് വെച്ച് എടുക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ. ആക്ച്വലി 50mm ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്റ്റൻസ് നല്ല കൂട്ടിയിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കിട്ടാൻ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ 50mm ലെൻസ് ആണല്ലോ, അപ്പോൾ കുറച്ച് ലെങ്ത്ത് വേണം. അപ്പോൾ നിങ്ങൾ ചെറിയൊരു സ്പേസിലിരുന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 50mm ലെൻസിന് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ശരിക്കും ഒരു റൂമിൻ്റെ ഒരു അറ്റത്ത് വെച്ചാൽ നമുക്ക് ശരിക്കും ആക്ച്വലി ഈ അറ്റത്ത് നിന്ന് ശരിക്കുള്ളൊരു ഫുൾ ഇമേജ് കിട്ടുള്ളൂ. ഇതിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ റൂമിൻ്റെ ഒരു 3/5/4 ഒരു അറ്റത്താണ് നമ്മൾ ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നമുക്കിപ്പോൾ ഈ ലെങ്ത്ത് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മൾ ശരിക്കും മുമ്പിൽ ശരിക്കും ഒരു മീറ്ററിൻ്റെ മുമ്പിലാണ് നമ്മൾ ആക്ച്വലി 1855 ഇത് വെക്കാറുള്ളത്. അപ്പോൾ പക്ഷേ ക്വാളിറ്റിയിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്പേസിൻ്റെ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ശരിക്കും നല്ല ലെൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഫോക്കസിങ് നല്ല ഫാസ്റ്റ് ഓട്ടോ ഫോക്കസിങ് ഉണ്ട്. നമുക്ക് നമ്മുടെ ലെൻസിന്മേനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ഓട്ടോ ഫോക്കസിങ് പെട്ടെന്ന് ആവുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നോർമലായിട്ടും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ കാനോണിൻ്റെ ക്യാമറയിൽ നമ്മൾ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ചും കൂടി ഒരു സ്പീഡ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക അവരുടെ ഫേംവെയർ ഡൗൺലോഡ് കാനോണിൻ്റെ ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാമോ? നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ചെയ്യുക.
നമ്മളെന്തായാലും പക്ഷേ ക്യാമറ കാണാൻ നല്ലൊരു ഭംഗിയുണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് ക്യാമറ ഒരു മിറർലെസ് ക്യാമറയുടെ ഒരു ലുക്കായി എന്ന് വെച്ചാൽ ചെറിയൊരു കുട്ടി ക്യാമറ പോലെയായി. നമ്മളെന്തായാലും ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രൈം ലെൻസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ലെൻസ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ റേറ്റ് കുറഞ്ഞിട്ട് ഇത്ര നല്ല ക്വാളിറ്റി കിട്ടുന്ന ഒരു ലെൻസ് എനിക്ക് തോന്നുന്നത് വേറെ ഒറ്റ കമ്പനിയിൽ ഉണ്ടായിരിക്കില്ല. നിക്കോണിലുണ്ടായിരിക്കില്ല, കാനോണിലുണ്ടായിരിക്കും, പിന്നെ നമ്മൾ വേറെ സോണിയിലുണ്ടായിരിക്കില്ല. സോണിയുടെ ഈ റേറ്റിലൊരു പ്രൈം ലെൻസ് ഉണ്ട്, പക്ഷേ അതിന് ഭയങ്കര റിവ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്ന നിങ്ങൾക്ക് കാനോണിൻ്റെ ക്യാമറ DSLR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാമറയിൽ ഉപയോഗിക്കാം. നമുക്ക് 1300D തൊട്ട് DSLRൻ്റെ ഹൈ എൻഡ് 90D അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താ വെച്ചാൽ അത് DSLR ക്യാമറയ്ക്കുള്ള വേണ്ടി മാത്രമുള്ളൊരു ലെൻസാണ്. പിന്നെ നിങ്ങൾ EF ലെൻസാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ RF ലെൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കുന്നതാണെങ്കിൽ RF ലെൻസ് ഉപയോഗിക്കാം. അതിന് 1.4 കിട്ടും. നമുക്ക് 1.4ൻ്റെ കിട്ടും 50mm. അതിന് ആക്ച്വലി ഒരു 30,000 ആ റേഞ്ച് വരും. ഇതിനാകുമ്പോൾ എനിക്ക് 8,999 ഓൾമോസ്റ്റ് 999 തന്നെയായിട്ട് വരുന്നത്. നമ്മുടെ 9,000 5 രൂപ കുറവ് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോഗ്രാഫിക്ക് ശരിക്കും ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നല്ല സ്പേസ് വേണം. പക്ഷേ ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് നമ്മുടെ ലാബ്രഡോറിന് നമ്മുടെ ഒരു പെറ്റ് ഡോഗിൻ്റെ നമ്മൾ ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടാകും. പോയി കണ്ടു നോക്കട്ടെ. നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ്, ഭയങ്കര ഡിഫറൻസ്. നമ്മൾ മുമ്പ് നമ്മുടെ സ്റ്റോക്ക് കിറ്റ് ലെൻസിൽ എടുത്ത ഫോട്ടോസ് നമ്മളതിൽ ഇട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് സെയിം പോസ് തന്നെ. പക്ഷേ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വരുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് ഒന്നൊരു വേറെ തന്നെയാണ്. ഒരു പ്രൊഫഷണൽ ലുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതും ഓട്ടോ മോഡിൽ ഇട്ട് തന്നെ. അപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫി ലെൻസ് എന്ന് വേണമെങ്കിൽ പറയാം, പ്രൈം ലെൻസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ സൂമൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറയാണ്, കുറേ പേർക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ഇൻബിൽഡ് നമ്മുടെ ഈ ലെൻസ് തിരിച്ച് സൂം ഉണ്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആയിട്ട് ചെറിയൊരു ലെൻസ് ഡിഫറൻസ് ഉള്ളൂ സൈസ് ശരിക്കും. ഇതിൽ പക്ഷേ സൂമുണ്ട്. ഇതിൽ ശരിക്കും 55 വരുന്നതിൻ്റെ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൽ തന്നെ നമ്മുടെ സ്റ്റോക്കിൽ 1855 ഉപയോഗിക്കുന്നവർ അതിൽ 50mm ഇട്ട് നോക്കിയാൽ മതി. ആ റേഞ്ചിലാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ലെൻസ് ഇട്ടാൽ കിട്ടുക. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞേട്ടാ. പിന്നെ ഫോട്ടോ എടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല, സൂപ്പർ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എല്ലാത്തിലും ആക്റ്റീവാണ്. അപ്പോൾ ഫോളോ ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ കമൻറ്റ് ചെയ്താലും മതി, നമ്മൾ ഫുൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്. അപ്പോൾ നമുക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയായിട്ട് കിട്ടാൻ ഭയങ്കര ചാൻസ്. അതും തന്നെ മെയിൻ ഒരു സെല്ലർ തന്നെയാണ് സെല് ചെയ്യുന്നത് ആമസോണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോയുടെ ക്വാളിറ്റി എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ 1855 ഉപയോഗിക്കുന്നതും അതുപോലെ 50mm ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. ബൈ. നമ്മളെന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാം.